ാണ് ഇന്ന് കലക്കൻ കൊല്ലത്തിന്റെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രേക്ഷകർക്കെല്ലാം വളരെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്, നാടക നടനാണ്. അതിലൂടെ സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ എല്ലാ സിനിമയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി കൂടി മാറിയിട്ടുണ്ട് അദ്ദേഹം. മുഖവുര ഒന്നും വേണ്ട, ആളെ കണ്ടാൽ മനസ്സിലാവും. രാജേഷ് ശർമ്മയാണ്. രാജേഷ് ചേട്ടാ, വെൽക്കം. എങ്ങനെയുണ്ട് നമ്മുടെ പേരൊക്കെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നേരത്തെ കലക്കൻ കൊല്ലം. ഓക്കെ രാജേഷിയുടെ, നമ്മളിപ്പം കൊല്ലംകാരനാണ്. കൊല്ലത്ത് ഇപ്പം 1.5 പതിറ്റാണ്ടിന് ശേഷം കലോത്സവ കപ്പ് എത്തിയിട്ടുണ്ട്, പൂര നഗരിയായിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലംകാരൻ, അതുപോലെ ഒരു നാടക നടൻ, സിനിമാ നടൻ എന്നൊക്കെയുള്ള രീതിയിൽ എന്താണ് രാജേഷിന് പറയാനുള്ളത്? ഇതിൻ്റെ 3ാമത്തെ കലോത്സവം ശരിക്കും പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കലോത്സവം അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചക്കാരനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പ്രധാന വേദി അന്ന്, ബോയ്സ് സ്കൂള്, ഞാൻ പഠിച്ച സ്കൂള്. വേറൊരു കാര്യമുണ്ട്, ജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ജയൻ്റെ നാടും കൂടെയാണ്, അവിടെയായിരുന്നു പ്രധാന വേദി. ഇപ്പോൾ ആശ്രാമത്തേക്കാണ്. അപ്പോൾ ഈ 3 വേദികൾ, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ കൊല്ലത്ത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ കുറച്ചേ ഇങ്ങനെ കിട്ടാറുള്ളൂ. ഇപ്പൊ നാടകോത്സവങ്ങളായാലും ശരി. അവസാന കലോത്സവം വന്നത് 2008-ലാണ്. 2008 അതെ. അപ്പോഴും അതെ. അതിനു മുമ്പ് 90-ലോ അല്ല 89 ആ സമയത്താണ്. അതെ, 89-ല് 2 കലോത്സവമാണ് അതിനു മുമ്പ് വന്നത്. അന്ന് നാടകമായിട്ടായിരുന്നു ഞാൻ നാടകം ഇടിയുണ്ടാക്കി, അതിനകത്ത് നടനായി അന്ന് റോളിന് വേണ്ടി ഇടി ഉണ്ടാക്കി. അത് ക്ലാസ്സുകൾ തമ്മിൽ ഉണ്ടല്ലോ, എ ടീമും മറ്റേ ഡിവിഷനുകളിൽ. അപ്പോൾ ഡിവിഷനിലുള്ള ആൾക്കാരെ പരമാവധി കയറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും, ബിയിൽ നിന്ന് നമ്മൾ ശ്രമിക്കും. അവസാനം ജില്ല കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാനില്ല. അതല്ല, കഴിഞ്ഞ ദിവസേ ഇത് നാടകാനുഭവങ്ങളിൽ നടൻ മുകേഷ് നമ്മുടെ മാതൃഭൂമി കലോത്സവ പേജിൽ എഴുതിയ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് അത്യാവശ്യം ഡയലോഗ് പറയാൻ അറിയുന്നവരൊക്കെ നാടക സമിതി നടത്തി രക്ഷപ്പെട്ട ഒരു നാടാണ്, അത്രയും കലാപ്രവർത്തകരുള്ളൊരു നാടാണ്. ഒരു നാടകവുമായി ബന്ധപ്പെട്ട ഒരു വല്ലാത്തൊരു കൂട്ടായ്മയൊക്കെ ഇവിടെ ഉണ്ട് കൊല്ലത്ത്. അതെ 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 അതെ. ഈ കേരളത്തിന് വലിയൊരു സംഭാവന ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാർ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം. കേരളത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള പുളിമാന പരമേശ്വരപിള്ള, CN ശ്രീകണ്ഠൻ നായർ, ONV, പന്മന, കുരിപ്പഴ ശ്രീകുമാർ, അതുപോലെ തിരുനെല്ലൂർ, പാരീസ് വിശ്വനാഥൻ, ജയബാലപ്പണിക്കർ, നടൻ ജയൻ, ഇങ്ങനെ ഇഷ്ടം, അതുപോലെ ഷാജി സാറ്, ശരത് സാർ, പ്രമുഖരുടെ നീണ്ട നിരയുണ്ട്. കഥാപ്രസംഗം തന്നെ ഉണ്ടാവുന്നത് അഷ്ടമുടിക്കായലിന്റെ തീരത്താണ്. ഞാനേ ഒരു നാടക രംഗത്തുള്ള ഒരാളെ കണ്ടാൽ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന എപ്പോഴും ഒരു ചോദ്യമുണ്ട്. അതായത് ഈ നാടക രംഗത്തുള്ളവർ നല്ല ഉറച്ച ശബ്ദം, വലിയ ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദമുള്ളവർ നാടക നടനായി മാറുന്നതാണോ, നാടകക്കാരനായ ശേഷം ഈ ശബ്ദം ഇങ്ങനെ ആവുന്നതാണോ? അതൊരു പഴയ കാഴ്ചപ്പാടാണ്. ശബ്ദം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന നടനെന്ന് നമ്മൾ കളിയാക്കി പറയും. പക്ഷെ അതിൽ നിന്നൊക്കെ നാടക ഇടങ്ങൾ മാറി, നാടക വേദികൾ മാറി, നാടകത്തിൻ്റെ അവതരണ രീതികൾ മാറി. 18 അടി സ്റ്റേജിനകത്ത് നിൽക്കുന്നൊരു നാടകം എന്ന് പറയുന്ന ഉത്സവപ്പറമ്പ് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന് ഉള്ളൊരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു സംവാദം കുറേ എനമ്പിള സാർ അടക്കമുള്ള ആൾക്കാർ തുടങ്ങി വെച്ചതാണ്. അതിന്ന് വേറൊരു തരത്തിൽ ഒരു നാടക ഇടങ്ങൾ മാറിയിട്ടുണ്ട്. ആക്ടിങ്ങിനകത്ത് തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റായി, മറ്റേ മൈക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, കാരണം സാങ്കേതിക വിദ്യയൊക്കെ മാറിയപ്പോഴത്തേനും അതൊക്കെ മാറി. അപ്പോൾ ശബ്ദമൊന്നും ഒരു പ്രശ്നമേ അല്ല. ശബ്ദം വളരെ അത് വലിയ കാര്യമൊന്നുമില്ല. രാജേഷ് ചേട്ടാ, നമ്മൾ ഈ നാടകത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ആ നാടക ലോബിയല്ല, നാടക കലാകാരന്മാരുടെ ഒരു കേന്ദ്രം. അൻസാർ ലോഡ്ജാണ് അക്കാലത്തെ, അല്ലെ, ആ നാടകത്തിന്റെ പ്രതാപകാലത്തെ ഒരു കേന്ദ്രം. നാടകത്തിന്റെ കേരളത്തിലെ എല്ലാ നാടകങ്ങളുടെയും വിലാസം കൊല്ലമായിരുന്നു. അതെ. കൊച്ചിൻ സംഘമിത്ര, അല്ല കൊച്ചിൻ ഇന്ന തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവസാനം അൻസാർ ലോഡ്ജ് കൊല്ലം. നാടകം ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളെ സമീപിക്കുക, അല്ലേ? അൻസാർ ലോഡ്ജ്. അത് ഇസ്മായിലൊക്കെ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ ഈ പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നത്.
അത് അൻസാർ ലോഡ്ജിലെ ഒരു മുറിയിൽ നിന്നാണ്. പിന്നെ നാടക പ്രവർത്തകരുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറി. അവിടെ പ്രശസ്തരായിട്ടുള്ള തിലകനടക്കമുള്ള ആളുകൾ അവിടെ മുറിയെടുത്ത് അവിടെ തന്നെ താമസിച്ച് അങ്ങനെയൊക്കെ അൻസാർ ലോഡ്ജ് അതൊരു ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ ചേട്ടാ അത്? ഇല്ല അതൊക്കെ പൊളിച്ചത് ഇതാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് രണ്ട് സൈഡിലും നമ്മുടെ ഈ പാലക്കാട്ടൊക്കെ നമ്മൾ ഈ അഗ്രഹാരങ്ങൾ കണ്ടിട്ടില്ലേ എന്നതുപോലെ മുഴുവൻ നാടക മുറികളായിരുന്നു. മിനി കൽപ്പാത്തി. അതെ അതെ അതെ. നമ്മുടെ ചെന്നൈയിൽ സിനിമയുടെ കേന്ദ്രങ്ങൾ പറയുന്നത് പോലെ ഒരു ചെന്നൈയിലേക്കൊക്കെ സിനിമക്കാരിങ്ങനെ പോയി ഒരു സങ്കേതമായിട്ട് അവിടെ ചെന്നൈയിൽ താമസിക്കുമല്ലോ. അതെ അതെ അതെ. ഇത് രണ്ട് സൈഡിൽ ഈ പോസ്റ്ററുകളുടെ ഒരു ബഹളമായിരുന്നു. ഭിത്തിയിൽ പെയിന്റ് അടിക്കണ്ട, മൊത്തം പോസ്റ്ററുകളാണ്. ഇപ്പോഴ് ഇസ്മായിലൊക്കെയുടെ മകനുണ്ട് സെയ്ദ് ഇസ്മായിലും ആ പാരമ്പര്യം ശരിക്കും പറഞ്ഞ് തുടർന്നുണ്ട്. അതിനടുത്ത് തന്നെ വേറൊരു റൂം എടുത്തിട്ട് അതിലാണ് സെയ്ദ് ഇസ്മായിലിൻ്റെ ഇപ്പോഴും. ഇപ്പം അതിനുശേഷം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നപ്പോഴത്തേന് ഈ പോസ്റ്ററിന്റെ എണ്ണമൊക്കെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം അല്ല. വേറൊരു ഇതുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നാടകം ഉണ്ടായിരുന്നു, സമിതി ഉണ്ടായിരുന്നു. അതേപോലെ കോൺഗ്രസ്സുകാർ നാടക സമിതി തുടങ്ങിയ ഒരു സ്ഥലമാണ് നാഷണൽ തിയേറ്റർ. കോൺഗ്രസ്സുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ APC ആയിരുന്നു. അത് ചവറയായിരുന്നു അതിന്റെ തുടക്കം. ഈ കമ്മ്യൂണിസ്റ്റ് രംഗത്ത് നിന്ന് വന്ന നാടക നടന്മാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കോൺഗ്രസിന്റെ ആ ഗ്രൂപ്പിൽ നിന്ന് വന്ന വലിയ നടന്മാരുണ്ടോ ഓർമ്മയിൽ പറയാം? എനിക്ക് ഞാനിത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവരെയൊക്കെ GK പിള്ള അവരൊക്കെ അതിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയം എനിക്കറിയത്തില്ല. പിന്നെ അതിനും അപ്പുറത്തേക്ക് വേറെ ഇവിടെ RSPയുടെ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ RSPയുടെ ഒരു വലിയൊരു കേന്ദ്രവും. അവർക്ക് നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നാടക പ്രവർത്തകരുണ്ടായിരുന്നു. സോമൻ ചേട്ടനൊക്കെ, കോങ്ങട സോമൻ, അങ്ങനെ അവർ കോമസ് ബസ് അതൊക്കെ. അപ്പോൾ ബസ്സിൽ ജോലി ചെയ്തിട്ട് അവർ നാടകം കളിക്കണം. അങ്ങനെ വലിയ നാടകം ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ വലിയ ഒരു വിധം. പിന്നെ കൊല്ലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് കുറച്ച് വൈകാരികമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഇത് തൊഴിലാളി വർഗത്തിൻ്റെ വാതിലാണ് കൊല്ലം. തീരദേശത്ത് മത്സ്യത്തൊഴിലാളി അഷ്ടമണിക്കാരൻ്റെ അവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടിയാപ്പീസുകൾ, കയർ മേഖല, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊട്ടാരക്കര ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കശുവണ്ടി മേഖല. അപ്പോൾ ഇത് തൊഴിലാളികളുടെ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പപ്പടത്തിൻ്റെ പേരിലൊക്കെ ഇടിയുണ്ടാക്കി ഞങ്ങൾ അങ്ങനെ ഇച്ചിരി വൈകാരികമായിട്ടൊക്കെ ശരിക്കും പപ്പടം ഭയങ്കര വൈകാരിക വിഷയമാണോ? പപ്പടമല്ല വിഷയം. ഞാൻ ഇവിടെ പല കല്യാണത്തിനും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പപ്പടം വേണമെന്ന് തന്നെ ഇല്ല, ഉത്സവങ്ങൾ. ഇപ്പൊ ആശ്രമത്തെ ഒരു ഉത്സവത്തിന് എവിടെയെങ്കിലുമൊക്കെ ഒരു 5-6 ഇടി നടക്കാത്ത ഇതില്ല. കാരണം അത് വൈകാരികമായി ഇടപെടുന്നതിന്റെ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അപ്പൊ അത് ഒരു ഇത് കൊല്ലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. രാജേട്ടൻ രാവിലെ വന്നപ്പോഴേ നോക്കുമ്പോഴേക്കും മാധ്യമപ്രവർത്തകരും എല്ലാം മൂപ്പരുടെ കമ്പനിയാണ്. അതെ അതെ, എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭൂമി ന്യൂസുമായിട്ട് നമ്മുടെ ആങ്കേഴ്സും അതുപോലെ നമ്മുടെ എല്ലാ സഹപ്രവർത്തകരുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള എല്ലാവരും കലാകാരന്മാരും. ഇവരുടെയൊക്കെ കുറെ ഈ സത്യത്തിൽ ഇവരൊക്കെ പറയുന്നത് ശരിയാണ്. ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ നാടകത്തിൽ? മറ്റോ അല്ല, ഞാൻ കണ്ട ബഹുഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരെ നാടകക്കാരാണ്, ഭീകര അഭിനയം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കലോത്സവ ചീഫ് മാർഷൽ V സെബാസ്റ്റ്യൻ തൊപ്പിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് അറിയുന്നുണ്ട്. 20 വർഷം മുമ്പ് മാർഷലിനെ ഞാൻ കാണുന്നത് സജീവ് പാഴൂരിൻ്റെ RX എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം. അവിടെ ഞാൻ അഭിനയിക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേന് എനിക്ക് കോസ്റ്റ്യൂമില്ല. അവസാനം മാർഷലിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു ഞാൻ ഉപയോഗിച്ച ഷർട്ട്. മാർഷലിന്റെ വേറെ എവിടെന്നെങ്കിലും എടുത്തോണ്ടായിരിക്കും. ഇല്ല, ഞാൻ കൊടുത്തില്ല. ലൈൻ ഒരു ഷർട്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനകത്തുള്ള. മാതൃഭൂമിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ? അതുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ആങ്കർ SR മോത്തി, അവള് മോത്തി ഇപ്പം ഈ വേക്കപ്പ് കേരളയിൽ നിന്ന് മോത്തി 2002 കലാതിലകമായിരുന്നു. ഞങ്ങളുടെ മോന്തായം എന്ന് പറയുന്ന കൂട്ടായ്മയിലെ ഒരേ ഒരു പെൺതരിയാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗുണ്ടകളായിട്ടൊക്കെ അവളുടെ കൂടെ പോയിട്ടുണ്ട് ഞങ്ങള്. കാരണം അവളെ കലോത്സവത്തിൽ മത്സരിച്ചാൽ ഇടിക്കൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് കുറെ ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്ന് ഗുണ്ടകളായിട്ട്. നേരത്തെ പറഞ്ഞു വൈകാരികമായ നാടാണ്, ഞങ്ങൾ ഇടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ വന്നപ്പോ മുതൽ ഞാൻ ചോദിക്കണം, രാജേഷ് എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കണ്ടേ അല്ലേ? അതെ. അതുപോലെ നാടകത്തിന്റെ കാര്യം പാട്ടിലേക്ക് വരുന്നുണ്ട്. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മ കേരളത്തിൽ മുഴുവനും, കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘാടക ഇടമാണ്. നാടകത്തിൽ
നാടകപ്രവർത്തകരെ, ഇപ്പം ഞാനടക്കമുള്ള നാടകപ്രവർത്തകർ വളർന്നു വന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങളെയൊക്കെ കൈപിടിച്ചു ഉയർത്തിയ PJ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നാടകപ്രവർത്തകൻ. അദ്ദേഹം ഇന്നിപ്പം വിദേശത്താണ് പുള്ളി. അവിടെ ഒരു നാടക മത്സരം ജഡ്ജ് ചെയ്യാൻ പോയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശാന്തിൻ്റെ ഛായാമുഖി ഉണ്ടാകുന്നത് കൊല്ലത്തെ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിൽ നിന്നാണ്. എനിക്ക് ഛായാമുഖിയിലെ പാട്ട്, കാരണം പ്രശാന്ത് ഈ അടുത്തിടയ്ക്കാണ് മരിച്ചത്. ഛായാമുഖിയിലെ പാട്ടുണ്ട്, മനോഹരമായിട്ടുള്ള പാട്ട്. അത് പാടണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പാടിക്കഴിഞ്ഞാൽ അത് പണി മേടിക്കുന്നത്. അത് പ്രശാന്തിന് നാണക്കേടാണ്. അപ്പം എനിക്കൊരു പാട്ട് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് കൊല്ലത്തിൻ്റെ ഒരു നാടൻ പാട്ടുണ്ട്, കരടികളിപ്പാട്ട്, ഓണപ്പാട്ട്. ശരീരത്ത് മുഴുവനും ഇത് ഓലക്കീറ് ഇങ്ങനെ ഇട്ട് കരടിയായിട്ട്, സായിപ്പും കരടിയൊക്കെ ആയിട്ടുള്ളത്. തായിനെ തായിനെ തന്നാനായിനെ തായിനെ തായിനെ തന്നാന തായിനെ തായിനെ തന്നാനായിനെ തായിനെ തായിനെ തന്നാന. ഇതിനത് കൊല്ലത്തെ സൂചിപ്പിക്കുന്നൊരു വരിയുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഹരിപ്പാട് ചേപ്പാട് പായിപ്പാട് നല്ല ഓമനയേറുന്ന പള്ളിപ്പാട്, മുതുകുളം തക്കുളം പൂതക്കുളം നല്ല ഓമനയേറുന്ന കായംകുളം, മങ്ങാട്ടെ പെണ്ണുങ്ങൾ എന്തുപോലെ നല്ല മങ്ങാടം കയറിൻ്റെ കെട്ടുപോലെ, കൊല്ലത്തെ പെണ്ണുങ്ങൾ എന്തുപോലെ നല്ല കൊല്ലമുളകിൻ്റെ ഞെട്ടുപോലെ. കൊല്ലമുളകിന് ഇപ്പോഴും വറ്റൽമുളകിന് ഇപ്പോഴും പല നാടുകളിൽ പറയുന്ന പേരാണ് കൊല്ലമുളക്. അപ്പൊ അത് പലയിടങ്ങളിൽ പല രീതിയിൽ ഓരോ പ്രദേശത്തും. ഇപ്പൊ ഞാനിത് കളക്ട് ചെയ്തതാണ്. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിൻ്റെ അന്ന് അവിടെ ഒരു ഇത് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ ഒരു കളക്ഷൻ എടുത്താണ്. വേറെ ഏതോ ഒരു നാട്ടിൽ നിന്നാണ് എനിക്ക് ഈ വരികൾ കിട്ടിയത്. ഇപ്പം കന്നറ്റിപ്പാലം കരുനാപ്പള്ളി, ഇതൊരു തിരുവിതാംകൂറിൻ്റെ ഒരു കളിയാണ്. അപ്പം മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു അതാണ് ഹരിപ്പാട് ചേപ്പാട് പായിപ്പാട് നല്ല ഓമനയേറുന്ന പള്ളിപ്പാട്, മുതുകുളം തക്കുളം പൂതക്കുളം. അത് ഒരുപാട് കുളങ്ങളുണ്ടല്ലേ ഇതെല്ലാം കൂടെ കണക്ട് ആരും ഉണ്ടാക്കിയതാണ്. രാജേട്ടൻ വന്ന ദിവസമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കൊല്ലംകാരുടെ ഏറ്റവും ആവേശം നിറഞ്ഞ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരെ കേരളത്തിന് സംഭാവന ചെയ്ത ഈ നാട് നെഞ്ചേറ്റുന്ന നാടകം ഇന്നാണ്. അത് കാണാൻ പോകുന്നില്ലേ രാജേട്ട? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നത്. ഇന്ന് ഹയർ സെക്കൻഡറിയുടെ നാടക മത്സരമുണ്ട് കൊല്ലത്ത് സോപാനത്തിൽ. ഞാനൊക്കെ വളർന്ന ഇടമാണത്. പിന്നെ ഇവിടെ ഒരു കുറവുണ്ട്, നിങ്ങളുടെ ആങ്കർ മോദി ചേച്ചിയാണോ? വേക്കപ്പ് കേരള കണ്ടോണ്ടിരിപ്പുണ്ട്. മോത്തി കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. വേണ്ട ജോലി ചെയ്യട്ടെ. മോത്തിയുടെ ഒരു കുറവുണ്ട്. മോത്തിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ബഹളമാക്കുമായിരുന്നു. മോത്തി വലിയ കലാകാരിയായിരുന്നോ പഠിക്കുന്ന സമയത്ത്? അല്ലേ, യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നല്ലോ. പിന്നെ അത് ചിത്രകാരിയാണ്, ശില്പം, അങ്ങനെ ഒരു സർവകലാ വല്ലഭയാണ്. അതുകൊണ്ടാണ് വേക്കപ്പ് കേരള ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘാടകയാണ്, ഞങ്ങളുടെ നട്ടല്ലാണ്, ഞങ്ങളുടെ ഒരേ ഒരു അനിയത്തിയാ. ഓക്കെ, അപ്പോ ഇത്രത്തോളം കേട്ട് മൂത്തി അവിടെ ഇങ്ങനെ വേക്കപ്പ് കേരള പറയാൻ നേരെ വേക്കപ്പ് കേരള തുടരും. നമ്മൾ കലക്കൻ കൊല്ലവും തുടരും കുറച്ച് സമയത്തിന് ശേഷം. ഇതൊക്കെ കേട്ടോണ്ട് ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. മാത്രമല്ല, കൊല്ലത്ത് അവരുടെയൊക്കെ ഒപ്പം എത്താൻ പറ്റാത്തതിൽ വളരെ സങ്കടവും ഉണ്ട്. പക്ഷേ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങളുടെയൊക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ വിശേഷങ്ങളൊക്കെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം എന്നിലായതുകൊണ്ടും അതുകൊണ്ട് ഞാനിങ്ങനെ സഹിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കലോത്സവ വേദിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി ഒരു ഇടവേളയാണ്. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം.